ഇതൊന്നും മഴ വരുമ്പോൾ ഉള്ള സീനുണ്ട്. മഴയൊക്കെ കണ്ട് ഈ നമ്മുടെ ഈ ആളുകളുണ്ടല്ലോ ഇവിടുത്തെ നമ്മൾ പറയുന്ന പോലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നറിയോ, ജോൺസൺ മാഷിന്റെ പാട്ട് ഇട്ടിട്ട് കട്ടൻ ചായ പിടിച്ചു. അതിന്റെ സ്റ്റാറ്റസ് ഒക്കെ വന്നിട്ടുണ്ട്. 2 ദിവസം മുമ്പ് ഇതിനു മുമ്പുള്ള സ്റ്റാറ്റസ് ഒക്കെ പലരും ഡിലീറ്റ് ചെയ്തെന്നാ പറയുന്നത്. മഴ ജോൺസൺ മാഷ് കട്ടൻ ചായ, അതാണ് അന്തസ്. ഈ അന്തസ്സും പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കത്തില്ല. അതേപോലെ പിന്നെ നമ്മൾ ഈ 200 മില്ലിമീറ്റർ മഴ 24 മണിക്കൂറിനുള്ളിൽ കിട്ടുക, അല്ലെങ്കിൽ 400 മില്ലിമീറ്റർ മഴ നമുക്ക് ഹെവി റെയിൻ അല്ലെങ്കിൽ മേഘവിസ്ഫോടനം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇറങ്ങി നടക്കാവുന്ന മഴയൊന്നുമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമൊന്നുമല്ല അത്. പണ്ടുള്ളവർ പറയും തുള്ളിക്കോട് ഒരു കുടം പോലെ എന്ന് പറയും. നിങ്ങൾ പിന്നെ ഇപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന കാര്യമാണ്. ഈ ഒരു കുടം വെള്ളം എന്ന് പറയുന്നത് ഒരു 15 ലിറ്റർ അല്ലെങ്കിൽ 20 ലിറ്റർ വെള്ളം, ഒരു ബക്കറ്റ് എന്ന് പറയുന്നത് 15 ലിറ്റർ അല്ലെങ്കിൽ 20 ലിറ്റർ വെള്ളമാണ്. ഈ 20 ലിറ്റർ വെള്ളം നിങ്ങൾ ഒറ്റ പ്രാവശ്യം നിങ്ങളൊന്ന് തലയിൽ കൊണ്ടൊന്ന് ഒഴിച്ച് നോക്കാം. ചെറുതിലൊക്കെ ചെയ്തിട്ടുള്ളവർക്കറിയാം. ഒറ്റ പ്രാവശ്യം ഒഴിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു ചെറിയ സമയത്തൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ ബുദ്ധിമുട്ട് നിരന്തരം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂർ സമയത്ത് നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ഈ പറയുന്ന വെള്ളം അങ്ങനെ തന്നെ വീഴുമെന്നല്ല പറയുന്നത്. അത്രയും ഡെൻസായിട്ട് വെള്ളം വരിക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്ന രീതിയിലല്ല, നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലല്ല. മനുഷ്യന് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല മഴ എന്ന് പറയുന്നത്. ഒരു കുട പോലും നമുക്ക് പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ്. അങ്ങനെയൊന്നും അല്ല അത് നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് വെളിയിലോട്ട് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ്. വേറെ രാജ്യത്ത് ലാൻഡ്സ്ലൈഡ് പ്രഡിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 100% ആക്യുറസിയോട് കൂടിയൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. 100% ആക്യുറസിയോട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതിനകത്ത് വേറെ സംഗതിയുണ്ട്. ഇപ്പോൾ ഈ മൊബൈൽ പൊട്ടിയിരിക്കുന്നതുണ്ടല്ലോ, ഈ സാധനത്തിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു സാധനം, ഇപ്പോൾ മണ്ണാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും പിന്നെ ഇതിനൊക്കെ ഈ പൊസിഷൻ ലെവലുണ്ട്, അതുപോലെ ബ്രിട്ടിൽ പോയിൻ്റ് ഉണ്ട്, അതുപോലെ ഈ സ്ട്രെസ് ലെവൽ എത്ര വരെ സ്ട്രെസ്സ് താങ്ങാം എന്ന് പറയുന്നത് ഇതിനൊക്കെ ഒരു കണക്കുണ്ട്. ചുമ്മാതെ ഈ സാധനം നമ്മൾ കല്ലെടുത്ത് ഇങ്ങനെ വെറുതെ മുട്ടിക്കഴിഞ്ഞാൽ ഇതാകത്തില്ല. അതേസമയം അപ്പോൾ ഈ മൊബൈൽ ഇത് പൊട്ടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കല്ലിൽ ചെന്ന് മുട്ടിയതാണ്. ഈ കല്ലിൽ ചെന്ന് മുട്ടിയത് കൊണ്ട് ഈ വന്ന ഫോഴ്സ്, താപ്പോട്ട് വന്ന ഫോഴ്സ് ഒരു പോയിന്റിലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുണ്ട്. പക്ഷേ ഇത് മൊത്തത്തിൽ ഇത് അടിച്ച് മൊത്തത്തിൽ ഇങ്ങനെ ഇതായിട്ട് ഒരു പക്ഷേ ഇത് പൊട്ടത്തില്ലായിരുന്നു. ഒരു പക്ഷേ പൊട്ടിയാൽ തന്നെ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രെസ് പോയിന്റ് ഉണ്ട്. ഈ ഗ്ലാസ് ഇതിനൊരു സ്ട്രെസ് പോയിന്റ് ഉണ്ട്. ഇപ്പോൾ ഇത്രയും പൊക്കത്തിനാണ് ഈ താഴെ വീഴുന്നത്. ഇത്രയും പൊക്കത്തിന് താഴെ വീണപ്പം ഇതിനാണെങ്കിൽ ഇത്ര പോയിന്റ് വരെ ഇമ്പാക്റ്റ് പിന്നെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇമ്പാക്റ്റ് താങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു കണക്കുണ്ട്. ഇതെല്ലാം കണക്കല്ല, ഇതെല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് വെച്ചാണ് അവർ നടക്കുന്നത്. നമുക്ക് ഈ മണ്ണും അതേപോലെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, ലോക്കലൈസിൽ ടെസ്റ്റിങ് പറ്റും. ഇപ്പോൾ ഈ പിന്നെ വയനാട് ഇത്തരം പരിസ്ഥിതി ലോല പ്രദേശമാണെന്ന് പറയുന്നത് എവർക്കറിയാം. ഇപ്പം റെഡ് അലേർട്ട് വന്നു, ഓറഞ്ച് അലേർട്ട് വന്നു. ഓറഞ്ച് അലേർട്ട് ഇപ്പം എവർ പറയുന്ന റെഡ് അലേർട്ട് കേന്ദ്രം കൊടുത്തില്ല. കേന്ദ്രം പറയുന്നത് റെഡ് അലേർട്ട് പിന്നെ ഇതിന് 3-4 ദിവസം മുന്നേ കൊടുത്തു എന്ന് പറയുന്നു. അവർ ഓറഞ്ച് അലേർട്ട് കൊടുത്തോ? ഓറഞ്ച് അലേർട്ട് തന്നെ ഇച്ചിരി പ്രശ്നമുള്ള സാധനമാണ്. ഓറഞ്ച് അലേർട്ട് തന്നെ പ്രശ്നമുള്ള സാധനമാണ്. റെഡ് അലേർട്ട് വന്നിരുന്നെങ്കിൽ ഇവാക്യുവേഷൻ പ്രോസസ് ചെയ്യേണ്ട കാര്യങ്ങൾ വേറെ ഡിപ്പാർട്ട്മെന്റ് ഫോഴ്സ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് നീക്കാം. അതെ, അറസ്റ്റ് ചെയ്ത് നീക്കാൻ പറ്റണം. അറസ്റ്റ് ചെയ്ത് നീക്കണം. കാരണം ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇത് പിന്നെ മൊണാർക്കി ഒന്നുമല്ല നമ്മളിവിടെ. അപ്പോൾ പിന്നെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ തന്നെയാണ് പൈസ കൊടുക്കുന്നത്. അല്ല അതിന് വേറെ എങ്ങൊന്നും നമ്മൾ ചാക്കി കെട്ടി ഇറക്കുന്നൊന്നുമില്ല. അപ്പോൾ ജനങ്ങൾ പറഞ്ഞിട്ട് ഉത്തരവാദിത്തപ്പെട്ട ജോലിയിൽ ഇരിക്കുന്നവർ ശമ്പളം മേടിക്കുന്നുണ്ട്, പെൻഷനുണ്ട്. അതിൻ്റെ വിഷയം ഞാൻ പറയാം. അപ്പോൾ ഈ പറയുന്ന മണ്ണിനാണെങ്കിലും എല്ലാത്തിനും ഈ സ്ട്രെസ് ലെവൽ താങ്ങാൻ പറ്റുന്നൊരു ഒരു പോയിൻ്റുണ്ട്. ഈ പോയിൻ്റ് കഴിഞ്ഞാൽ ഈ സാധനം താപ്പോട്ട് വരും. ഇത് കൃത്യമായ പഠനങ്ങൾ നടത്തണം. ഈ പഠനങ്ങൾ നടത്തേണ്ട ആൾക്കാരാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ്. ഇങ്ങനെ കുറേ ഈ പറയുന്ന സംഗതികൾ ഒന്നിച്ച് വർക്ക് ചെയ്യണം. അപ്പോൾ അവർ പറയാം ഈ ലാൻഡ് സ്ലൈഡ് പിന്നെ അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പം ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഇന്നിപ്പം കണ്ടുകൊണ്ടിരുന്ന വീഡിയോയിൽ ഇപ്പം ഇന്നലെ തൊട്ട് ഞാൻ കാണുകയാണ് ആ വീഡിയോ, ആവർത്തിച്ച് കാണുക. അവർ പറയുന്നത് പിന്നെ വയനാട്ട് 5 സ്ഥലത്ത് പിന്നെ മഴമാപിനി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനൊക്കെ 2 ലക്ഷം രൂപ ചിലവാണ്.
ഈ 2 ലക്ഷം രൂപ ചിലവെന്ന് നിങ്ങൾ പറയാം ശരി കാര്യം. മഴമാവിന് എന്ന് പറഞ്ഞാൽ പിന്നെ റെയിൻ ഗേജ്. ഈ റെയിൻ ഗേജ് എന്ന് പറയുന്നത് സിമ്പിൾ സാധനമാണ്. ഈ സാധനം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് വീട്ടിൽ ഉണ്ടാക്കരുത്. ഓൾമോസ്റ്റ് ഒരു 80% ആക്രസ് നമുക്ക് പാരലായിട്ട് പോകുന്ന ഒരു ബോട്ട്. റെയിൻ ഗേജ് വെക്കാൻ പറ്റത്തില്ലെന്നോ? ഇത്ര വൈഡ് റേഞ്ച് 2 ലക്ഷം രൂപയുടെ റേഞ്ച് ചെയ്തു. അത് ഓട്ടോമാറ്റിക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ വെള്ളം എടുത്ത് കളയുകയും പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതിൻ്റെ പിന്നെ റീഡിങ് മോഹൻലാലിനോട് പറഞ്ഞത് മോഹൻലാൽ കൊടുത്തേനെ സാറ്റലൈറ്റ് വഴി അയക്കുകയും ചെയ്യുന്നത്. ഈ 5 റേഞ്ചുണ്ട്. 1 കോടി രൂപ, 3 കോടി രൂപ, 5 കോടി രൂപ ആരൊക്കെ കൊടുത്തെന്ന് പറയുന്നു. ഇപ്പോൾ തന്നെ റീഹാബിലേഷന് വേണ്ടിയിട്ടാണെങ്കിൽ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിനൊക്കെ ഒരാൾക്ക് മിനിമം 5 ലക്ഷം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരുമെന്ന് പറയും. എടി ആൾക്കൊന്ന് 5 ലക്ഷം പോട്ടെ, 2 ലക്ഷം രൂപ വെച്ച് കണക്ക് കൂട്ടിക്കോ. ഈ 5 റെയിൻ ഗേജ് വെച്ചാൽ മതി. മരിച്ചവരുടെ എണ്ണം എടുത്ത് നോക്കിയിട്ട് എടുത്താൽ പോലും ഈ പറയുന്ന പിന്നെ ചെലവാകുന്നില്ല. ആൾക്കാർ കഷ്ടപ്പെടേണ്ടി വരുന്നില്ല. അത്ര ആൾക്കാരെ അറിയണം. അതിന് നിലവിൽ സംവിധാനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാനിത് 2 ദിവസം ഞാനത് ഇന്നലെ അജുനെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമാണ്. നിനക്ക് സംവിധാനങ്ങളുണ്ടെന്ന് ഇപ്പം നിലവിൽ. ഞാനീ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഈ ആൾക്കാർ ഇത്രയും മരിക്കുന്നു. ഈ പറയുന്ന പോലെ ലാൻഡ്സൈഡ് വേറെ ലോകത്തെങ്ങും നടക്കുന്നില്ല. ലാൻഡ്സൈഡ് മാത്രമല്ല, ഈ വലിയ ഭൂകമ്പം നടക്കുന്ന ജപ്പാനും കത്രീന അടിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ അവിടെ ഒന്നും ആൾക്കാർ അങ്ങനെ ജപ്പാനിലൊന്നും ആളുകൾ കാണേണ്ട സമയമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ ഈ ഫിലിപ്പീൻസിലൊക്കെ ഫ്ലഡാ. ഇവർ പറയുന്നത് ഇതിന് സംവിധാനങ്ങളില്ലെന്നാണ് പറയുന്നത്. ജപ്പാനിൽ ഒരു റിസർച്ച് സെൻ്ററാണ്, റിസർച്ച് ഫെസിലിറ്റി. കുറച്ചൊരു സ്ഥലത്ത് അവർ ഒരു ഗോഡൗൺ പോലൊരു സ്ഥലത്ത് അവർ ചെയ്തു വെച്ചേക്കുന്നതാണ്. ലോകത്തിലെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിസർച്ച് ഫെസിലിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഇൻറ്റൻസ് ഇതുവരെ പെയ്തിട്ടില്ലാത്ത മഴയെക്കാട്ടി കൂടിയ രീതിയിലുള്ള മഴ സിമുലേറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിൾ പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പിന്നെ ഫയറിൻ്റെ സംവിധാനമില്ലേ, ഇതിൻ്റെ ഇച്ചിരി കൂടിയ വേർഷനായത്. അതായത് മോട്ടറും പമ്പും ഒക്കെ വെച്ചിട്ട് ഇതിനകത്തിലാണെങ്കിൽ ഈ പറയുന്ന വെള്ളം സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ തന്നെ അവർ പല രീതിയിൽ മണ്ണിട്ട് മണ്ണിൻ്റെ ഓരോ സ്ഥലത്തെ സ്ട്രെസ് ലെവലൊക്കെ അനുസരിച്ച് മണ്ണിട്ട്, അപ്പോൾ ആ അവിടുത്തെ സ്ട്രെസ് ലെവൽ ഇവിടെ മിമിക്ക് ചെയ്യാൻ പറ്റിയ സംവിധാനങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ഇമ്പാക്റ്റും സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ആ സംവിധാനങ്ങളൊക്കെ വെച്ചിട്ട് ഇവർ ഈ മഴ സിമുലേറ്റ് ചെയ്തിട്ട് ഈ ലാൻഡ് സ്ലൈഡ് പോലുള്ള കാര്യങ്ങൾ പഠിക്കുകയാണ് അവർ. ഇതിന് എത്ര കോടി രൂപ വേണം? പോട്ടെ ഒരു 50 കോടി ഒന്നും അതിന് ചിലവ് വരുന്നില്ല. പോട്ടെ എന്നാലും 50 കോടി, പോട്ടെ 100 കോടി രൂപ ചിലവ് വന്നു. 100 കോടി രൂപ ചിലവ് വന്നെന്ന് വെച്ചു. 100 കോടി രൂപ ചിലവ് വന്നാൽ തന്നെ എത്ര ജീവനോട് രക്ഷിക്കാൻ പറ്റും? ഈ 100 കോടി രൂപ പകരം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ലാൻഡ് സ്ലൈഡ് ഇത്രയും മരിച്ച ആളുകൾക്ക് പകരമാകുമോ? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഒരു കണക്ക് പറഞ്ഞാൽ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 10 വർഷത്തിനുള്ളിൽ അങ്ങാണ്ട് 3000 ഇഷ്ടം ലാൻഡ് സ്ലൈഡ് ഇന്ത്യയിൽ മൊത്തം നടന്നതിൽ 2000-ന് മുകളിൽ ലാൻഡ് സ്ലൈഡ് കേരളത്തിൽ മാത്രമാണ് നടന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അപകടം എത്രത്തോളം എന്നുള്ളതാണ്. അതേപോലെ ഇവർക്ക് ഈ മഴ വരുന്നത് ഇവർ പറയുന്നുണ്ട് റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്തിൽ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട്, പിന്നെ ഓൾമോസ്റ്റ് ഒരു 80% ആക്യുറസിയോടെ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട് മഴയുടെ ഇൻറ്റൻസിറ്റി എത്രയാണെന്നുള്ളത്. ഇത്ര മില്ലിമീറ്റർ വരെ മഴ പെയ്യും, ഇത്ര ശക്തിയിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ട്. ഇവരങ്ങനെ ചുമ്മാ കണക്കൊക്കെ ഇങ്ങനെ എയർലൈൻ വിടുവാണ്. അപ്പോൾ ഇതിന് നിലവിൽ സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങളെ കണക്ട് ചെയ്ത് ഏകോപിപ്പിച്ച് ഒറ്റ സംവിധാനമായിട്ട് പ്രവർത്തിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. ഇവർ ഇന്നലെ പറയുന്നത് ലാൻഡ് സ്ലൈഡ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. മണ്ണിൻ്റെ സ്ട്രെസ് ലെവൽ അറിയാനാണെങ്കിൽ ഓരോ ലോക്കലൈസ്ഡ് ഏരിയയിൽ ഇത് പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കണം. ഇപ്പോൾ ഓരോ കുന്നിൻ്റെ സാറ്റലൈറ്റ് മാപ്പിങ്ങിലൂടെ ഓരോ കുന്നിൻ്റെയും ചരിവ് എത്ര ഡിഗ്രി ആയി. ഇപ്പോൾ 22 ഡിഗ്രി എന്ന് പറയുന്നൊരു നമ്പറുണ്ട്. ഇതിൽ ചരിവ് കൂടുതലായി കഴിഞ്ഞാൽ 22 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലെവലിൽ നിന്ന് ഈ ഒരു ചരിവാണ്. ഈ ഒരു ചരിവ് ഇങ്ങനെയുള്ള ചരിവാണ് ഇവിടെ നിന്നുള്ള ഇങ്ങനെയുള്ള. അപ്പോൾ ഈ ഭാഗത്തോടാണ് കുന്ന്. ഇതിന് ഇങ്ങോട്ട് വരുന്തോറും ലാൻഡ് സ്ലൈഡ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടുത്തെ മിക്ക കുന്നുകൾ ഈ 22 ഡിഗ്രിക്ക് മേളിലാണ്. അതേപോലെ മണ്ണിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെ ലൂസ് സോയിലാണ്. പിന്നെ എത്രയോ വർഷങ്ങളായിട്ട് മരങ്ങൾ വെട്ടുന്നില്ല. ഈ മരങ്ങൾ വെട്ടാതില്ല. അപ്പം ഈ വനത്തിൽ കയറി മരം വെട്ടിയാൽ എന്താ, മരം വെട്ടിക്കഴിഞ്ഞാൽ വനഭൂമി നശിക്കില്ല എന്നൊക്കെ ചോദിക്കും. അത് വേറെ രസമുണ്ട്. ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള ഒരു കാരണം
ഈ വലിയ മരങ്ങളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വെയിറ്റ് കൂടുതലേ, വെയിറ്റ് കൂടുന്നതിൻ്റെ അല്ല, അതല്ല അതിൻ്റെ വെയിറ്റ് കൂടുന്നതിൻ്റെ അല്ല. ഈ മരങ്ങളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് തായ്വേരുണ്ട്. ഈ തായ്വേര് ലൂസായി കിടക്കുന്ന മണ്ണിൽ കൂടെ പെനട്രേറ്റ് ചെയ്ത് താഴോട്ട് പോകും. ഈ മരം പിന്നെ ഒരു ഘട്ടം കഴിയുന്ന തന്നെ ഈ മരം ഉണങ്ങിപ്പോവും. ഉണങ്ങിപ്പോകുന്ന തന്നെ ഈ തായ്വേര് പോയ ഭാഗം ദ്രവിച്ചിട്ട് ഇത് വലിയൊരു ഹോളായിട്ട് മാറും. അവിടെ ഒരു ക്യാവിറ്റി വരിക. അവിടെ വലിയൊരു ഈ ക്യാവിറ്റി കൂടെ വെള്ളം ഇറങ്ങും. വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരങ്ങൾ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്ത് കളയും. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവർ നിർമ്മാണത്തിന് ഉപയോഗിക്കും. ഇവിടെ അങ്ങനെ എല്ലാവരും കട്ട് ചെയ്യുന്നത്. പഴയതിനെ അവിടെ നിർത്തും. കാരണം പ്രായം കൂടിയ സാധനമാണ്. വേറെ പ്രശ്നമുണ്ട്. ഈ മരങ്ങൾ ഈ പറയുന്ന ഇതിന്റെ ആയുഷ്കാലം അത്രയും അറിഞ്ഞിട്ടായിരിക്കും അവരത് വെട്ടുന്നത്. ഈ കാർബൺ വലിച്ചെടുത്ത് തടിയിലായി ഈ സാധനം സൂക്ഷിക്കുന്നത്. ഈ സാധനം തിരിച്ച് മണ്ണിലോട്ട് വീഴുന്നത് ദ്രവിച്ച് അവിടെ അല്ലല്ല, ഈ കാർബൺ വീണ്ടും എയറിലോട്ട് നിന്ന് റിലീസ് ആവും. അപ്പോൾ ഈ പറയുന്ന പൊല്യൂഷൻ ഉണ്ടാവും. പിന്നെ ഈ ദ്രവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മീഥേൻ പോലുള്ള ഈ പിന്നെ ഗ്രീൻ ഗ്യാസസ് വേറെ ഉണ്ടാവും. അപ്പോഴും ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ടാകും. അത് വേറെ അതിനോടത്ത് ഇങ്ങനെ വനങ്ങളെല്ലാം കൂടെ ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ തിക്കായി കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് മണ്ണിന് താങ്ങാൻ പറ്റാതെ അങ്ങനെയല്ല ഇത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇവർ ഈ പറയുന്ന മണ്ണിൻ്റെ സ്ട്രെസ് ലെവൽ എത്രയാണ്, വെള്ളം എന്തും വേണ്ടി താങ്ങാൻ പറ്റും, ഈ വെള്ളം ഇപ്പം പിന്നെ ഇപ്പോൾ 24 മണിക്കൂർ കൊണ്ട് പിന്നെ 300 മില്ലിമീറ്റർ 400 മില്ലിമീറ്റർ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ ചിലപ്പം വെള്ളം താപ്പോട്ട് ഇറങ്ങാൻ പോലും സമയം ഉണ്ടാവില്ല. കാരണം ഈ വെള്ളം ഇത്രയും വീഴുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഹാമറിങ് എഫക്റ്റാണ് വരുന്നത്. ചുറ്റേക്ക് നമ്മളിങ്ങനെ ഇമ്പാക്ട് റേഞ്ച് വെച്ച് നമ്മൾ അടിക്കില്ലേ, അതുപോലെ ഒരു എഫക്റ്റാണ് വരുന്നത്. ആ എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ മണ്ണ് താങ്ങാനുള്ള ശേഷിയുണ്ടെന്ന് അവർ അവിടെ പഠിച്ചിട്ടുണ്ട്. ഇവർ ഈ പറയുന്ന ശമ്പളമൊക്കെ ഒരു പിന്നെ 2 സ്ത്രീകൾ അവിടെ നിന്ന് ഞാൻ സംസാരിക്കാം, ഈ വീഡിയോയിൽ സംസാരിക്കുന്നു. ഇവർ ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ് ഫണ്ട് തന്നില്ല എന്ന് പറയും. പഠിക്കാനോണ്ടായിരിക്കാൻ സാധ്യതയില്ല, വെറുതെ ഇതൊന്ന് ഒതുക്കാണോ? ഇല്ല, ഇത് ആക്ച്വലി ഇതൊന്നും പഠിച്ചിട്ടില്ല. ഇവർ വെറുതെ ശമ്പളം മേടിക്കുക. ഇവരിപ്പോൾ പറയും ഗവൺമെൻറ് അതിന് ഫണ്ട് അനുവദിച്ചില്ല എന്ന് പറയും. നിങ്ങളിത് ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ടോ? ഗവൺമെൻറ് ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? ഗവൺമെൻറ് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് കൊടുത്തിട്ട് ഫണ്ട് അനുവദിച്ചില്ല എന്ന് പറയും. ഫണ്ട് അനുവദിച്ചിട്ടില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ കോടതി ഉണ്ട്, ഇവിടെ സംവിധാനമുണ്ട്. നിങ്ങൾ കോടതിയിൽ പോയിട്ടുണ്ടോ? ഇത്തരം ജനങ്ങൾ മരിക്കും എന്നൊരു മുന്നറിയിപ്പ് സംവിധാനം അപ്പം സർക്കാർ സമ്മതിക്കുന്നില്ല, ശരി, ഗവൺമെൻറ് സമ്മതിക്കുന്നില്ല, ഫണ്ടില്ല എന്നും പറഞ്ഞു. നിങ്ങൾ ഗവൺമെൻറ്റിനെ പിന്നെ ഈ കോടതിയെ സമീപിച്ചോ? സംവിധാനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇവരുടെ ഈ ജോലി പിന്നെ ഗവൺമെൻറ് പ്രീതി പിടിച്ചു പറ്റി അവരുടെ ജോലി സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഇത്ര ജനങ്ങൾ പിന്നെ ഇങ്ങനെ മരിച്ചു പോകണമെന്ന് അവർ പറയുന്നു. മരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫണ്ട് കിട്ടും. അതേസമയം ഇവരവിടെ ജീവിച്ചിരുന്നാൽ എനിക്ക് തോന്നുന്നില്ല അവരത്ര ഇത്രയും കൊല്ലം ജീവിച്ചിരുന്നാൽ ഈ 100 കോടി ഉണ്ടാക്കാൻ പറ്റുന്ന. ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ലാപ്ടോപ്പ് മേടിക്കും. അതെ, അപ്പോൾ അവർ മരിച്ച് അവിടെ അങ്ങനെ പോയി. ഇപ്പോൾ അതല്ലേ ലാഭം. ഞാനത് പറയാന്ന്, ഇത് പ്രിവെൻഷൻ അല്ലെ പ്രിക്കോഷൻ എടുക്കുന്നതിനേക്കാൾ ലാഭം ശരിക്കും ഈ കച്ചവടത്തിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള ഫണ്ട് പരിപാടികളും ഈ കാണിക്കുന്ന ഒരുപാട് ഈ പറഞ്ഞ റെസ്ക്യൂ ഓപ്പറേഷനും ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ഈ സാധനം കണ്ടിരിക്കുന്ന രസം. ഇന്ത്യയിൽ കഴുകന്മാരുടെ എണ്ണം കുറഞ്ഞു വരുവാന്നൊരു അപഖ്യാതി വരുന്നുണ്ട്. അതായത് ഈ കഴുകെന്ന് പറയും ശവം തിന്നുന്ന കഴുകൻ. അപ്പോൾ അത് കേരളത്തെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഫ്ലഡിനകത്ത് ഈ പ്രശ്നം തന്നെ ഉണ്ടാകുന്നു. അന്ന് ഫ്ലഡ് സംഭവിച്ചപ്പോഴും ഇതേ പ്രശ്നമാണ്. മാൻ മെയ്ഡ് ഫ്ലഡ്, ഇപ്പം മാൻ മെയ്ഡ് ലാൻഡ് സ്ലൈഡ്. ഫ്ലഡ് ഇനിയും വരും. ഫ്ലഡ് ഇനിയും വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ എത്രയോ വർഷങ്ങളായിട്ട് ആറ്റിലെ മണ്ണെടുപ്പില്ല. ഇപ്പോൾ ആറ്റിലെ മണ്ണെടുക്കാൻ നിർത്തിയിട്ട് എത്രയോ വർഷങ്ങളായി പ്രകൃതി സംരക്ഷണം എന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ നമുക്ക് വേറെ പ്രശ്നമുണ്ട്. നമ്മൾ പിന്നെ എടാ നീ അവിടെ പോയി തിന്നോ, നീ അത് ഒരു പ്ലേറ്റ് ചോറ് തിന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരായിട്ട് അണ്ട മുഴുവൻ നക്കി തുറച്ചിട്ടേ വരത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ മണ്ണെടുക്കുന്നതന്നെ അതിന് ശാസ്ത്രീയമായ രീതിയിൽ വേണം മണ്ണെടുക്കാനായിട്ട്. കാരണം ഇപ്പോൾ മണ്ണെടുക്കുന്നുണ്ട് എവിടെയെങ്കിലും ഒരു തിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ആണെങ്കിൽ ഒരു പിന്നെ പുഴയ്ക്ക് വളരെ ശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുക്കണം. ശാസ്ത്രീയമായ രീതിയിൽ തന്നെ മണ്ണെടുക്കണം. അല്ലാതെ ചുമ്മാ കൊണ്ട് കാളംപൂളം മണ്ണെടുത്തിട്ട് കാര്യമില്ല. JCB കിട്ട് കോരി മണ്ണെടുത്തിട്ട് കാര്യമില്ല. JCB മണ്ണെടുക്കുക എന്നല്ല പറയുന്നത്, വെറുതെ ഇങ്ങനെ നമ്മൾ ഒരു ചുമ്മാ അവിടെ ഇവിടെ നിന്ന് മാറരുത്. അതിനൊരു പിന്നെ പുഴയ്ക്കാണെങ്കിൽ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അനുസരിച്ച് മണ്ണെടുക്കണം. വെള്ളത്തിന് ഒഴുക്കിന് തടസ്സം വരാത്ത രീതിയിൽ മണലെടുക്കണം. കാരണം ഇത് തിട്ടെടുക്കാതെ ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ കുറേ എടുത്ത് അങ്ങോട്ട് മണ്ണെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തെ സൈഡ് മണ്ണെടുക്കാതിരിക്കുകയാണെങ്കിൽ ഈ വരുന്ന പുഴ
നമ്മൾ വേറെ വഴിക്ക് പോകും അല്ലേ? വീതി കുറയുന്ന എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും ഒഴുകി വരുന്ന വെള്ളം ചെറിയൊരു സ്ഥലത്തോട്ട് വരുന്നുണ്ടെങ്കിൽ ഇതിന് പ്രഷർ കൂടുന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്നുള്ളതിനോട് പിന്നെ ചുരട്ടി മാറ്റി സാധനം താപ്പോട്ടിടും. അതെ, താപ്പോട്ട് വീഴും. ഫ്ലോ ബ്ലോക്ക് ചെയ്യാനും പറ്റത്തില്ല. ഇപ്പോഴത്തെ പ്രശ്നം നദി പരന്നൊഴുകുക, ആഴത്തിലൊഴുകുന്ന പരന്നൊഴുകുക. അപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കൂടുതൽ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ അപ്പുറം ഇപ്പുറം എല്ലാം കയറും, ഉള്ള വീടുകളെല്ലാം കയറും. മണ്ണെടുക്കലൊക്കെ നിരോധിച്ചാൽ ഇടയ്ക്ക് ഇവർ പലതും നിരോധിക്കുന്നത് വെറുതെ നിരോധിക്കുക. അത് എന്തിനു പറ്റിക്കഴിഞ്ഞാൽ കേരളത്തിലെ പല പിന്നെ നിയമങ്ങളും പല പ്രഖ്യാപനങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ശാസ്ത്രീയമായിട്ടുള്ളൊരു സംഗതിയല്ല. ഇപ്പോൾ ഈ പറയുന്ന 100% സാക്ഷരതയല്ല വേണ്ടത്, ശാസ്ത്രബോധമാണ് വേണ്ടതെന്ന് തിരുത്തണം അല്ലേ? കാരണം എന്തായാലും സാക്ഷരത നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇനി വേണ്ടത് എന്താണെന്നല്ലേ നോക്കണ്ടത്. അതവിടെ കഴിഞ്ഞെന്നുള്ള രീതിയിലായിരിക്കും. ഇവിടെ എല്ലാവർക്കും എഴുതാനും വായിക്കാനും അറിയാം. ഈ ശാസ്ത്രബോധം കണ്ട ഒരുപാട് ഓവർഫ്ലോ ഒന്നും ആകണ്ട, വേണ്ട മിനിമം അല്ലേ? പിന്നെ അതുമല്ല വേണ്ട, ഇവർക്ക് ഈ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഈ ബോധം ഇല്ലാതെ വരുന്നതാണ് പ്രശ്നം. ഈ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന, ഇപ്പോൾ +2 വരെയൊക്കെ എല്ലാവരും പഠിക്കുന്നുണ്ട്. ഈ പഠിക്കുന്ന ഫിസിക്സ് പിന്നെ സോഷ്യൽ സ്റ്റഡീസ്, ഈ 2 സാധനം പഠിച്ചിട്ട് റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ എന്താണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇപ്പം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയം വരുന്നു. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയം അവിടെ നിൽക്കുന്ന വെള്ളം എത്ര 64 പിന്നെ ഇതിൽ 15 TMC വെള്ളം നിൽക്കുന്നതെന്ന് പറയാം, 64 സ്ക്വയർ കിലോമീറ്ററിൽ. ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്നുള്ളത് ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. പൊട്ടൻഷ്യൽ എനർജി കണക്ക് കൂട്ടാൻ, എന്നിട്ട് അതിന് താപ്പോട്ട് വരുന്ന സ്പീഡ്, കൈനറ്റിക് എനർജി കണക്ക് കൂട്ടാൻ, വെലോസിറ്റി കണക്ക് കൂട്ടാൻ, ഇതെല്ലാം പഠിക്കുന്നുണ്ട്. അതായത് നിലവിലുള്ള ഇക്വേഷൻസും നിലവിലുള്ള മാത്തമാറ്റിക്കൽ മോഡൽസും വെച്ചിട്ട് ഈ പറയുന്ന സംഗതികളെല്ലാം നമുക്ക് ഓൾമോസ്റ്റ് ഒരു 80-90% ഈ പറയുന്ന ലാൻഡ്സ്ലൈഡ് അടക്കം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിന് കുറച്ചും കൂടെ സംവിധാനങ്ങൾ കുറച്ചുകൂടെ അല്ലാത്ത കുറേ ടെക്നോളജി എല്ലാം അഡ്വാൻസ്, ഏറ്റവും നല്ല ഒരു രീതി ചെയ്യാം. ഇത് രസം എന്ന് വെച്ചാൽ ഇവർ പറയുന്നു മഴമാവിനി ഇല്ല എന്ന് പറയുന്നു. മഴമാവിനി മാത്രമല്ലെന്നേ, ഈ വെള്ളത്തിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് അറിയാൻ പറ്റുന്ന സാധനം നമുക്ക് ഈ വീട്ടിലാണെങ്കിൽ പെരയ്ക്കകത്ത് നമ്മളിപ്പോൾ ഇപ്പോൾ ആമസോണിലേക്ക് കിട്ടും. അത് പെരയ്ക്കകത്ത് നമ്മൾ ചെടി വെക്കുന്നതന്നെ അതിനകത്തൊരു ഗേജ് ഇറക്കി വെച്ചുമ്പോൾ അതിനകത്ത് എന്തും വേണ്ടി വെള്ളം കുറവുണ്ടെന്നുള്ള അറിയാനൊരു സംഗതിയുണ്ട്. അത് അതിനകത്ത് റീഡിങ് കാണിക്കും. ഇതിൻ്റെ വലിയ സാധനം ഉണ്ടെന്നേ, ഇത് വലിയ സംഭവമൊന്നുമല്ല, സിമ്പിൾ സ്റ്റെപ്സാണ്. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഈ സാധനം ഉണ്ടെന്ന്. ഇതെങ്ങനെ അറിയുന്നത്? നിങ്ങൾ ഇതിനെപ്പറ്റി ഇങ്ങനെ അന്വേഷിക്കുന്നതുകൊണ്ട് അറിയുന്നത്. എനിക്ക് ഈ കാര്യങ്ങളുടെ താല്പര്യമുള്ളതുകൊണ്ട് അല്ല, ഞാനെപ്പോഴും ആലോചിക്കുന്നത് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞവരല്ലേ ഈ ജോലിക്കൊക്കെ കയറിയത്, റിസർച്ചൊക്കെ ചെയ്ത് PhD ഒക്കെ എടുത്ത്. അവർക്ക് പിന്നെ താല്പര്യം നശിക്കുന്നതാണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എല്ലാവരും താല്പര്യമുള്ളവരാണ് ജോലി എടുക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ ശരിയാ, ഇവിടെ താല്പര്യമുള്ളവരല്ല പഠിപ്പിച്ചേക്കുന്നത്. പിള്ളേരെ പഠിപ്പിക്കുന്ന തന്തയും തള്ളയും കൂടെ എഞ്ചിനീയർ ആക്കുന്ന പിള്ളേരെ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ഞാൻ സിമ്പിളായിട്ട് ഈ പിന്നെ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി തന്നെ താല്പര്യമുള്ളവരാണ് ഈ വന്ന് പഠിപ്പിക്കുന്നതെങ്കിൽ ഇവിടെ എല്ലാ കുട്ടികളും നല്ല മാർക്കോടുകൂടി പാസ്സാകുന്നുണ്ട്. എല്ലാവരുടെയും ബുദ്ധി ഒരേപോലെയാണല്ലോ. അല്ലാതെ SC/ST കാരന് വേറൊരു ബുദ്ധി, അല്ലെങ്കിൽ നായർക്ക് വേറൊരു ബുദ്ധി, മറ്റേ പിന്നെ ഈഴവന് വേറൊരു ബുദ്ധി, ക്രിസ്ത്യാനിക്ക് വേറൊരു ബുദ്ധി, അങ്ങനെയില്ലല്ലോ. എല്ലാവർക്കും ബുദ്ധി എല്ലാവർക്കും ഒരുപോലല്ല, ബുദ്ധിക്ക് വ്യത്യാസമുണ്ട്. IQ ലെവൽ വ്യത്യാസമുണ്ട്. അതെങ്ങനെ IQ ലെവൽ വ്യത്യാസം വരുന്നത്? അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ADHD പോലത്തെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടും പറ്റാതെ അത് റെയർ കേസാണ്. 98-99% ആളുകൾക്ക് മെമ്മറി കപ്പാസിറ്റി അങ്ങനെ. ഇത് നമുക്ക് ഇതൊക്കെ ചുമ്മാ പറയുന്നത്, ഇതൊക്കെ നമുക്ക് ഗെയിൻ ചെയ്തെടുക്കാവുന്ന കാര്യം. ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യമാണ് ഇതെല്ലാം. പക്ഷേ വേറെ കാര്യം ചോദിക്കട്ടെ, ഏഷ്യൻസിന് എന്താണ് മാത്തമാറ്റിക്സിൽ കൂടുതൽ ഇത് ചെയ്യുന്നത്, മുന്നോട്ട് നിൽക്കുന്നത് ഏഷ്യൻസ് മാത്രം. അവർക്ക് അങ്ങനത്തെ ട്രെയിനിങ് കിട്ടുന്നതുകൊണ്ട് അങ്ങനെ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ കൂടുതലാണ്. അതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന പിന്നെ അവർക്ക് സ്പെഷ്യലായിട്ട് വല്ലതും പിന്നെ മറ്റേ ഒരു പറയുന്ന പോലെ ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ച് ഇങ്ങനെ പ്രത്യേകം ഇങ്ങനെ കൈയൊക്കെ പൊക്കി. ചിലർക്ക് ഇച്ചിരി ഒരു മെമ്മറി എല്ലാം കൂടുതലല്ലേ, എല്ലാവരും ഒരുപോലെയാണ്. നമുക്ക് തലച്ചോറിന് നമുക്ക് പ്രാക്ടീസ് എടുക്കാൻ പറ്റും. നമ്മൾ മൊത്തം കഴിക്കുന്ന ഫുഡിൻ്റെ 20% തലച്ചോറാണ് കൊണ്ടുപോകുന്നത്. തലച്ചോറ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനുമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ മടിയനും മണ്ടനും കൂടെയാണ്. തലച്ചോറിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. തലച്ചോറിനെ സിമ്പിളായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കാണുന്ന പിന്നെ ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ കാണുന്ന കാഴ്ച പോലും പിന്നെ 2Dയിലാണ് കാണുന്നത്. നമ്മൾ വിചാരിക്കാൻ നമ്മൾ ഇതെല്ലാം കാണുന്നത് നമ്മളെല്ലാം 3Dയിലാണ്. ഒന്നുമല്ല, 2Dയിലാണ് നമ്മൾ കാണുന്നത്. ഇത് ചെറിയ വ്യത്യാസങ്ങൾ വെച്ചിട്ട് ഇത് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ 3Dയിൽ കാണുന്നത്. തലച്ചോറിൽ പിന്നെ അത് നമ്മുടെ വിഷയമല്ല. ഇതിനകത്ത് വന്നേക്കുന്നത് ബേസിക്കലി പിന്നെ താല്പര്യമില്ലാത്ത പണിയും കൂടെ ചെയ്യുമ്പോൾ പറ്റുന്നൊരു അപകടം അത്രയേ ഉള്ളൂ.
അതെല്ലായിടത്തും ഉണ്ട് കേട്ടോ, അത് മെഡിക്കൽ ഫീൽഡിലുണ്ട്, ഇവിടുത്തെ മൊത്തത്തിൽ ഇന്ത്യ എനിക്കറിയാം. ഞാനിപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ആലോചിക്കുകയാണ്, ഞാനിങ്ങനെ പിന്നെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ അവിടെ ഇത്രയും ആൾക്കാർ പറഞ്ഞാൽ, അതായത് ആൾക്കാർ മരിച്ചതൊന്നും ഇവിടുത്തെ പ്രശ്നമല്ല, ഇവിടെ ആൾക്കാർ എത്ര രൂപ കൊടുത്തു അത് ഇങ്ങനെ ഫേസ്ബുക്ക് നിറച്ചടിക്കാൻ. ഞാൻ ചിന്തിക്കുന്ന കാര്യം അതല്ല, പല വീടുകളിൽ നിന്നും ഉരുൾപൊട്ടി വരുന്നത് കണ്ടിട്ട് ആളുകൾ ഇറങ്ങി ഓടിയിട്ട്, കുറച്ച് ആളുകൾ ഇറങ്ങി ഓടുക എന്ന് പറഞ്ഞാൽ ജീവനും കൊണ്ട് ആൾക്കാർ ഓടുന്ന സമയം എന്ന് പറഞ്ഞാൽ എത്ര ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡാണ്. കുറച്ച് ആളുകൾ രക്ഷപ്പെട്ട് കുറച്ച് ആളുകൾ അതിൽ പെട്ടുപോയി എന്ന് പറയാം. അതെ, കുറച്ച് ആളുകൾ പെട്ടുപോയി. ഒരു പെങ്കൊച്ച് ആദ്യം വിളിച്ചൊരു ചാനലിലോട്ട് എങ്ങാണ്ട് പറയുന്നുണ്ട്, എവിടെ നടത്തില്ല റെക്കോർഡ് ഓടുന്നുണ്ട്, ഓഡിയോ റെക്കോർഡ്. ആ കൊച്ചു കുറച്ച് പറയുന്നത് ഞങ്ങളിവിടെ പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്താകുമെന്ന് അറിയത്തില്ല, ഒന്ന് പൊട്ടി വീണ്ടും പൊട്ടുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിനെ രക്ഷപ്പെടാൻ പറ്റാതെ പോയത് അയാളുടെ ഭർത്താവ് അവരുടെ ബന്ധുക്കളെ കണ്ട് കാപ്പിത്തോട്ടം വരെ കണ്ട് വലിച്ചു കൊണ്ട് പോയി എങ്ങനെയോ എത്തിച്ചു. പക്ഷേ ഈ കൊച്ചിനെ രക്ഷപ്പെടാൻ പറ്റിയില്ല, കുറച്ച് സമയം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് അവർ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, 2 കോളാണ്. അത് കോൾ ചെയ്ത ഒരാൾ മനുഷ്യൻ്റെ അവസ്ഥ ആ സമയത്തിനുള്ളിൽ ഈ പറയുന്ന സാധനം ഈ പറയുന്ന 7-8 കിലോമീറ്റർ ദൂരത്തു നിന്ന് വരാൻ വലിയ സമയമൊന്നും വേണ്ടാണ്. അതേപോലെ ഈ ഉരുൾപൊട്ടം ഉണ്ടാകുന്നതിന് മുമ്പ് ആനകൾ ഇറങ്ങി ഓടിയെന്ന് പറയാം. ആനകൾ കാട് വിട്ടുപോയി. ഇപ്പം മൃഗങ്ങൾക്ക് ദിവ്യശക്തി ഒന്നുമില്ല ഇത് കേൾക്കാനായിട്ട്, ഇതറിയാനായിട്ട്. ഇതിനകത്തിലാണെങ്കിൽ മഴ തുടങ്ങിയപ്പോഴേ പോയി കാണുമെന്ന് അല്ലല്ല, ഇതിനകത്തിൽ ഇതിന് ഇപ്പം പണ്ട് കാലത്ത് പണ്ടെന്ന് എൻ്റെ ചെറുതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 വയസ്സൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ്. അച്ചൻകോവിലാറ്റൊന്ന് വെള്ളം കയറുന്ന സ്ഥലം. അപ്പോൾ അവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉരുള് പൊട്ടുന്ന സമയത്ത് കിഴക്കൻ മേഖലയിൽ പണിയെടുക്കാൻ പോയിട്ടുള്ള ആൾ ഉരുള് പൊട്ടുന്നതിന് മുമ്പായിട്ടൊരു മൂളൽ കേൾക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സബ്സോണിക് സൗണ്ട് ഇതിന് മുമ്പായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇവിടെ സംവിധാനങ്ങളുണ്ട്. പട്ടിയൊക്കെ മനസ്സിലാക്കുമായിരിക്കും. സബ്സോണിക് സൗണ്ട് അവർക്ക് കിട്ടും. പട്ടിയെല്ലാം ഇവിടെ വിഷമിച്ച് തോന്നുന്നുണ്ട്. 13 വയസ്സോ 8 വയസ്സിനോ താഴെയുള്ള കുഞ്ഞുങ്ങൾ കേൾക്കുന്ന പല സൗണ്ടുകളും നമുക്ക് കേൾക്കത്തില്ല. അവർക്ക് സബ്സോണിക് ഒരു ലെവൽ വരെ സബ്സോണിക് സൗണ്ട് അവർക്ക് കിട്ടും. അതുപോലെ നമ്മൾ കാണുന്ന ഇപ്പോൾ ഇതിനകത്ത് ഇരുട്ടെന്ന് പറയുന്ന നമ്മുടെ സംഗതി, നമ്മുടെ രാത്രി ഇരുട്ടെന്ന് പറയും. നമുക്കാണെങ്കിൽ കേൾക്കാവുന്നതിനും കാണാവുന്നതിനും പറ്റുന്ന ശബ്ദതരംഗങ്ങൾക്കും പ്രകാശ തരംഗങ്ങൾക്കും ഒരു സ്പെക്ട്രം അത്. ആ സ്പെക്ട്രത്തിലൊരു പ്രത്യേക മാഗ്നിറ്റ്യൂഡ് ഉള്ളത് മാത്രമേ നമ്മൾ കേൾക്കുകയുള്ളൂ. അതിന് മേളിലുള്ളതും കേൾക്കില്ല, അതിന് താഴെയുള്ളതും കേൾക്കില്ല. ഇത്ര ഡെസിബലിന് മേളിലുള്ളത് നമ്മൾ റേഞ്ച് ഉണ്ടല്ലേ, നമുക്ക് സൗണ്ട് കേൾക്കില്ല. ഇത്ര ഡെസിബലിന് താഴെയുള്ള സൗണ്ട് നമുക്ക് കേൾക്കില്ല. അതേപോലെ നമ്മുടെ സ്പെക്ട്രത്തിന് പുറത്ത് കാണാൻ പറ്റിയ മൃഗങ്ങൾ വെളിയിലുണ്ട്. പക്ഷേ പക്ഷികളും ഒക്കെ കേൾക്കും, അവർക്കെല്ലാം അറിയാം. പക്ഷെ പക്ഷികൾക്ക് വലിയ ദുരന്തം വരുന്നില്ല, അവർ പറന്നങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊരു കോമഡി ഇരിക്കട്ടെ അല്ലേ. പിന്നെ സീരിയസ് ആയി പോയിട്ട് ആർക്കാരും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ചിലർ ഞാൻ നിങ്ങളെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. പറഞ്ഞോ. ഈ പറയുന്ന കംപ്ലീറ്റ് ചെയ്യാം. അതായത് ഈ സ്പെക്ട്രത്തിന് നമ്മൾ കേൾക്കാവുന്നതും കാണുന്നതിനും മനുഷ്യന് വിസിബിളും ഓഡിബിളും ആയിട്ടുള്ള സ്പെക്ട്രത്തിന് താഴെയുള്ള സ്പെക്ട്രത്തിലും മേളിലുള്ള സ്പെക്ട്രത്തിലുമുള്ള ഓഡിയോസും അതേപോലെ വിഷ്വൽസും നമുക്ക് എടുക്കാൻ പറ്റിയ ഡിവൈസസ് നമുക്ക് നിലവിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആനകൾ അറിയുന്നതോടൊപ്പം തന്നെ നമുക്കും അറിയാൻ പറ്റും. എർത്ത് ഒക്കെ നേരത്തെ തന്നെ അറിയാം. അതുപോലെ തന്നെ ഈ റഡാറും മറ്റേതൊക്കെ വെച്ചുകൊണ്ട് മീൻ പിടിക്കാൻ ഒരു സാധനമുണ്ട്. കടലിൽ പോകുന്നവർക്ക് അത് നോക്കിയാൽ മതി, അവിടെ ചെന്ന് അവിടെ തന്നെ എടുത്ത് വീശാം. അല്ല അതിന് നടന്ന് ഇങ്ങനെ വീശേണ്ട കാര്യമില്ല. അതിനുണ്ട്. അല്ല അത് എന്തിനാദ്യം പറയുന്നത്, ഇതിൻ്റെ അപ്പുറത്ത് വേണ്ടോ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഞെക്കി ഇതിനകത്ത് എത്ര വെമ്പിള്ളേർ ഓൺലൈനിലുണ്ടെന്ന് എനിക്കറിയാം. വേണേ ഡേറ്റിംഗ് നടക്കും. മനസ്സിലായി. ഇവിടുത്തെ ആൾക്കാരുടെ ഏറ്റവും ആവശ്യമുള്ള സാധനം ഒന്ന്, ഇവിടെ നിന്ന് ഇപ്പോൾ കുത്തിയാൽ നമുക്ക് തനിക്ക് ബർഗർ വേണം, അതിവിടെ കിട്ടും. ആംബുലൻസ് കുറച്ച് സ്ലോയിലാണ് വരുന്നതെന്നാണ് കേട്ടത്. അതൊക്കെ ഉണ്ട്, ആ സാധനമുണ്ട്. പിന്നെ ഭയങ്കര റഡാറാ. പിന്നെ റെസ്ക്യൂ മിഷന് ഇപ്പോൾ ഇവർ ഈ പറയുന്ന റോഡ് വഴി പോയിട്ട് മരം എങ്ങാണ്ട് മറിഞ്ഞു വീണിട്ട് അവർക്ക് പോകാൻ പറ്റിയില്ല. ഹെലികോപ്റ്റർ ഇതിനെ വലിക്കാൻ വെച്ചേക്കുമെന്ന് എനിക്കറിയാൻ വേണ്ടി. ഞാൻ ഇന്നലെ ഇതിനകത്ത് പറയുകയാണ്, ഇപ്പോൾ ഈ ടൈപ്പ് ഇതേപോലത്തെ ഒരു സ്ഥലത്ത് താമസിക്കുന്നവരാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ അവർ ഫയർഫോഴ്സിനെയും പോലീസിനേക്കാൾ മുന്നേ മിലിറ്ററിയോ നേവിയോ ആണ് ആ ഒരു കോള് പോകുന്നതെങ്കിൽ അങ്ങനെ ഒരു നമ്പർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അത് ഇന്ത്യൻ സിറ്റുവേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, മിലിറ്ററിയോ നേവി എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മളിപ്പോൾ മനുഷ്യന് വരെയുള്ള രാജ്യങ്ങളിൽ എന്ന് പറയുകയാണെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് തന്നെ മാത്രം മതി, ഒറ്റ കോള് മതി. അവർക്ക് ആ നമ്പറും ഉണ്ടാവും. മറ്റേ 911 എന്ന് പറയുന്നൊരു നമ്പർ വിളിച്ചാൽ പരിപാടി തീർന്നു. രസമുള്ള വേറൊരു കാര്യമാണ്. ഇതിപ്പോൾ ഒരു കൊച്ചു വിളിച്ചിട്ടുണ്ട്,
അതിൻ്റെ ആക്ഷനാണ് കണ്ടത്. ഫയർഫോഴ്സിന് റോഡിൽ മരം വീണ് കിടന്നുകൊണ്ട് പോകാൻ പറ്റിയില്ലെന്നുള്ളൊരു എക്സ്ക്യൂസ്. ഫയർഫോഴ്സ് എക്സ്ക്യൂസ് പണ്ട് എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ണൂർ പിന്നെ ഞാൻ വയനാട്ടിൽ നിന്ന് ലോഡുമായിട്ട് കണ്ണൂർക്ക് പോയിരുവാണ്. അപ്പം നെടുമ്പോയി ചുരത്തിൽ പിന്നെ ലാൻഡ് സ്ലൈഡ് കഴിഞ്ഞു, പിന്നെ ചെറിയ പാറയൊക്കെ മണ്ണിൻ്റെ കൂടെ ഒലിച്ച് വന്ന് റോഡിൽ കിടക്കും. അപ്പോൾ ഉരുളൻ പാറയാണ്, ഇത് റോഡിൽ കിടപ്പുണ്ട്. അപ്പം ഞാൻ താഴെ ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പം അവിടുത്തെ ലോക്കൽ ഫയർ സേഫ്റ്റി ഓഫീസറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതുപോലെ റോഡിൽ കല്ലുകൾ കിടപ്പുണ്ട്, അതൊന്ന് മാറ്റണം, ഇല്ലെങ്കിൽ അത് അപകടമാണ്, ബൈക്കും അതേപോലെ വണ്ടികളൊക്കെ ലോഡ് വണ്ടികളൊക്കെ വരുന്നതാണ്, അപകടമാണെന്ന് പറഞ്ഞു. ഞങ്ങളെന്ത് ചെയ്യാനാണ്? ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയാം. ഇവർ പ്രശ്നം എന്താ പറയുക, നമ്മൾ ഇവിടെ വിളിച്ച് പറഞ്ഞാൽ അവർ പറയും നിങ്ങൾ വേറൊരിടത്തോട്ട് വിളിച്ച് പറയാൻ പറഞ്ഞിട്ട് വേറൊരു സ്ഥലം കാണിച്ചു തരും. അവിടെ വിളിക്കുമ്പോൾ ഈ സാധാരണക്കാരനിരുന്ന് വിളിച്ച് മടുക്കും. അതേസമയം ഇതേപോലത്തെ ഏതൊരു പോയിന്റിലോട്ട് വിളിച്ച് പറഞ്ഞാലും അതിൻ്റെ ആ ഒരു ഈ സിവിയറിറ്റി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ സീരിയസ്നെസ് മനസ്സിലാക്കാനോ പലർക്കും പറ്റുന്നില്ല. ഇതുപോലത്തെ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഇപ്പം കിട്ടുന്നില്ല. ഞാനിപ്പോൾ ചോദിക്കുകയും ചെയ്താൽ ഇവരെ ഇത് വിളിച്ച് പറയുമ്പോൾ അവരല്ലേ പിന്നെ ഇത് അവർക്കല്ലേ കുറച്ചുകൂടെ അറിയാവുന്നത്. അവർ വേണ്ട ഇനി ബാക്കി പെട്ടെന്ന് അറേഞ്ച് ചെയ്യാം. പണ്ട് 100 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കോമഡി ഉണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ മൊബൈലിൽ വിളിച്ചു കഴിഞ്ഞാൽ 100 ആണെങ്കിൽ ഇപ്പോൾ 112 സ്ഥിതിഗതികൾ അങ്ങനെയൊക്കെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാലും പണ്ടത്തേലും മെച്ചമാണെന്ന് പറയാം. അത് ഏത് കേസാണ് ഞാൻ പറഞ്ഞു നമ്മൾ ഞാൻ പിന്നെ എവിടെയോ നിന്ന് അതുപോലെ പിന്നെ ഒരു സംഗതി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറയാണ്, ഇത് ഞങ്ങളുടെ ഇന്ന കോൾ സെൻ്ററിലോട്ടാണ് വന്നേക്കുന്നത്. 100 വിളിച്ച് ഇന്ന കോൾ സെൻ്ററിലോട്ട് വന്നേക്കുന്നത്, നിങ്ങൾ അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷൻ. ഞാൻ പറഞ്ഞു സാറേ ഞാനിവിടെ ഉള്ള ആളല്ല. ഓക്കെ ഇപ്പം എനിക്ക് ഓർമ്മത്, അതായത് ഞാൻ പെട്രോൾ വണ്ടിയായിട്ട് പോയി കഴിഞ്ഞ് ഇരിങ്ങാലക്കുടയിൽ നിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. ഒരു പ്രൈവറ്റ് ബസ് വന്ന് നമ്മുടെ പിന്നെ തൃശ്ശൂർ ഡയറക്ഷനിൽ പോവാണ്. പ്രൈവറ്റ് ബസ് വന്നിട്ട് ചെത്തി ഒരു കയറിപ്പോയി. ഞാനതുകൊണ്ട് വണ്ടി വെട്ടിച്ച് മാറ്റി, വണ്ടി ഓടെ പോകാതെ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അവിടെ ട്രാൻസ്ഫോമറൊക്കെ നിൽപ്പുണ്ട്. ഈ സാധനം പോയി ട്രാൻസ്ഫോമറാണ് കുത്തി വല്ല പെട്രോളുമായിട്ടാണ് പോകുന്നത്. കാരണം കുത്തി അങ്ങനെ ലീക്കായി കഴിഞ്ഞു. അപ്പോൾ അവർ പറയാണ്, അതാണോ സംഭവം, അവിടെ അല്ല വിളിച്ച് പറയേണ്ട, വേറെ അവിടെ പിന്നെ ഇവിടെ നമുക്ക് അതില്ലെന്നോ എന്നോട് പറഞ്ഞിട്ട് ഇന്ന പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയണമെന്ന്. എടേ ഞാൻ പിന്നെ എനിക്ക് പോലീസ് സ്റ്റേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ പോയി കംപ്ലയിൻറ്റ് കൊടുക്കുകയല്ലേ. ഞാൻ നേരെ ഈ നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ അവർ തിരിച്ച് ചോദിക്കേണ്ട ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല. ഒറ്റയടിക്ക് കൈ ഒഴിയുകയോ മനസ്സിലായി. അതിൻ്റെ രീതി എനിക്കറിയാം. ഞാൻ വിളിക്കാറുള്ള ഇങ്ങനത്തെ സമയത്ത് പലയിടത്തും വിളിച്ചപ്പോഴും അവർ ചെയ്യുന്നത് ഇങ്ങനെ, നമ്മൾ എവിടെയാണ്, ആരാണ്, എന്താണ്, അതൊന്നും അവർക്ക് അറിയണ്ട. അവർ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് പറയും നിങ്ങൾ ഇവിടെ അല്ല, നിങ്ങൾ അവിടെ പോകും, കഴിഞ്ഞു, അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു, അവരുടെ പണിയാണ്. അതേപോലെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് വിളിച്ച് റിപ്പോർട്ട് ചെയ്താൽ തന്നെ ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, നമ്മളിപ്പോൾ ഇപ്പം നമ്മുടെ ലൊക്കേഷൻ അല്ലാത്ത വേറൊരു ലൊക്കേഷനിൽ പോയിട്ട് നമ്മളിതുപോലെ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് എനിക്ക് പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്. വിളിച്ച് പറഞ്ഞു. അപ്പം പിന്നെ ഓൾമോസ്റ്റ് അവർ അവിടെ വിളിച്ച് അപ്പുറം വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കി. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നമുക്കിത് തുടർന്ന് അന്വേഷിക്കാം. അത് ഏറ്റവും കൂടുതൽ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട ഇൻസിഡൻസാണ് ഞാൻ കൂടുതലും വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മൾ ഈ അന്ന് പോകുന്ന ഗ്യാസ് വണ്ടി, പെട്രോൾ വണ്ടിയൊക്കെയാണ്. ട്രാഫിക് റിലേറ്റഡ് വിളിച്ച് ട്രാഫിക് റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ഒരു ചത്ത് കിടക്കുവാണെങ്കിലും ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചിട്ട് വേണം നമ്മൾ ഇല്ലെന്നുണ്ടെങ്കിൽ മരിക്കാൻ കിടന്നാലും ഇതൊക്കെ തന്നെ. ഈ ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന സ്റ്റാർ ഹോംസിലാണ്. ഒരു 3-4 വർഷം മുന്നേ ഞങ്ങളുടെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു ബിൽഡിങ്ങിൽ, ആ ബിൽഡിങ്ങാണെന്ന് തോന്നുന്നു, അത് അപ്പുറത്തെ ബിൽഡിങ്ങാണ്. ഒരു ബിൽഡിങ്ങിൽ രാത്രിയിൽ ഡ്രഗ്സ് അടിച്ചിട്ട് 2 പേര് കത്തിയായിട്ട് ഒരു പിന്നെ അമ്മയെ കുത്തി അമ്മൂമ്മയെ കുത്തുമല്ല, കത്തി കൊണ്ട് അവർക്ക് മുറിവ് പറ്റുക, വീട് കയറി ആക്രമിച്ചതാണ്. അപ്പോൾ ഒരു കുഞ്ഞൊരു പിന്നെ പ്രസവിച്ചങ്ങാണ്ട് പിന്നെ 1 മാസം 2 മാസം കൊണ്ട് കുഞ്ഞ്, ആ കുഞ്ഞിനും മുറിവ് പറ്റി. ഈ സംഗതി ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ട് ഇത്ര അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ, തൃപ്പൂണിത്തുറ ഇത്ര അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവന്മാർ ഇവിടെ കാണിച്ച യൂട്യൂബ് വീഡിയോയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പെട്ടെന്ന് എത്തി കഥയൊക്കെ ചവിട്ടി പൊളിച്ച് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ. അതൊന്നും യൂട്യൂബ് ഇത്ര പോപ്പുലർ അല്ല ഇപ്പോഴാണ് അങ്ങനെയാണ്, ഇപ്പോഴത്തെ പരിപാടി അതാ. ഇങ്ങനെയുള്ള അത്യാവശ്യങ്ങൾ അവർക്ക് അറിയാമെന്നുള്ളതാണ്. ഇവരെല്ലാം എന്താ പറയുക, ഇപ്പോൾ കൂടുതൽ പേരും ഈ മൊബൈൽ പിടിച്ചുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ അവർ കൂടുതൽ നേരം യൂട്യൂബൊക്കെ അല്ലേ കാണുന്നത്, വേറെ ഒന്നും അവർ കാണുന്നില്ലല്ലോ. ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല സാറേ എന്ന് പറഞ്ഞുകൊണ്ട് അത് കണ്ടിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ആറാട്ടൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ എവിടെയോ ഇരുന്നെന്തോ പൊട്ടത്തരം പറയുന്ന ആളെ വിളിച്ച് വാൺ ചെയ്യുക. സഞ്ജു ടെക്കി എന്ന് പറഞ്ഞാൽ വീഡിയോ എടുത്തിട്ടത് കൊണ്ട് മാത്രം ആ വണ്ടിക്കകത്ത് വെള്ളം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആക്ഷൻ എടുക്കുക. അതിന് വേറൊരു കംപ്ലയിൻ്റ് ഒന്നുമില്ല, പുറത്തുനിന്ന് ഒരാൾക്ക് ത്രെട്ട് പറഞ്ഞിട്ടില്ല, വേറെ കംപ്ലയിൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. പബ്ലിക് റോഡിലാണ് ചെയ്തത്, സംഭവം ശരിയാണ്. അതിന് വേണ്ട ചില കാര്യങ്ങൾ ചെയ്ത് വിടുക എന്നുള്ളതേ ഉള്ളൂ.
പക്ഷെ അതിനകത്ത് കോടതി ഇടപെടുന്നു, ഇവന്റെ ലൈസൻസ് ആജീവനാന്തകാലം അങ്ങനെയുണ്ട്. ഇപ്പൊ ഇവിടെ ഉള്ളവർ എത്ര പേരെ പിരിച്ചുവിടണവർ? ഇത്രയും മരിക്കാൻ ഇടയാക്കിയ സംഭവത്തിൽ അനാസ്ഥയില്ലേ? സഞ്ജു ടെക്കി ഞാനിപ്പോൾ പിന്നെ ഞാനിപ്പം ഈ പറയുന്ന കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനിപ്പോൾ ഒരു 10-18 വർഷമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. സഞ്ജു ടെക്കി കാണിച്ചത് തെറ്റാണെങ്കിൽ തെറ്റാണ്, സംശയമില്ല, തെറ്റാണ്. തെറ്റെന്ന് പറഞ്ഞാൽ ഒരു സിവിയറിറ്റി കുറവാണ്. സിവിയറിറ്റി കുറഞ്ഞോ എന്തുകൊണ്ടാണ് ഞാൻ പറയട്ടെ, ഇതിപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് എന്താ പറയുക, ഇതൊരു തെറ്റ് പോലെ തോന്നുന്ന ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ്. പക്ഷേ ഇതിൽ വേൾഡ് വൈഡ് ഇപ്പോൾ ട്രക്കിനകത്ത് വരെ വെള്ളം വെച്ച ആൾക്കാർ ചുമ്മാ കളിക്കും. ഇത് നാളെ ടൂറിസമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണമെങ്കിൽ പറ്റും. അല്ല, ഈ വെള്ളത്തിൽ കിടന്ന് യാത്ര ചെയ്ത ആൾക്കാർ പോകുന്ന കാണാൻ പറ്റും. നമ്മൾ കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഗ്ലാസ് വെച്ചിട്ട് വെള്ളം വെക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച കാലത്ത് അതൊക്കെ ചിലപ്പോൾ കണ്ടാൽ പേടിക്കുവാണ്. കണ്ട് പേടിക്കേണ്ട ആവശ്യം. സഞ്ജു ടെക്കി കാണിച്ചത് തെറ്റാണെന്ന് ഞാനങ്ങ് അംഗീകരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കൊച്ചിയിലെ ട്രാഫിക് പോലീസിന് പേടുക്കാൻ പോയിട്ട് വെള്ളം കുടിക്കാൻ സമയം കിട്ടത്തില്ല. അമ്മാതിരി കാട്ടാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഈ റോഡ് സൈഡിലുള്ള പിന്നെ ഓട്ടോ സ്റ്റാൻഡുകൾ, ടാക്സി സ്റ്റാൻഡുകൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കോടതി ഉത്തരവ് വന്നിട്ട് കാലം കുറയായി. എന്തുകൊണ്ട് നടപ്പാക്കിയില്ല? പറ്റത്തില്ല. അതേപോലെ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ്, പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന രീതി ഭയങ്കര മോശമാണ്. ട്രാഷ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ മത്സരോട്ടം എന്തോ, അത് ഒരു മര്യാദ ഇല്ലാത്ത കയറി വരും. ഇപ്പോൾ ഇഷ്ടം പോലെ വീഡിയോ കൊടുക്കുന്നുണ്ട്, ആ വീഡിയോ ഒന്നും ഇവർ കണ്ടിട്ടില്ല. ഈ വണ്ടിക്കൊക്കെ 65 കിലോമീറ്റർ അല്ലെ 70 കിലോമീറ്റർ അല്ലെ 80 കിലോമീറ്റർ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. 80 കിലോമീറ്റർ സ്പീഡ് വരെ മരിക്കുകയും ചെയ്യും. 80 കിലോമീറ്റർ സ്പീഡ് വരെ പിന്നെ പോകാമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടേക്കുന്നുണ്ട്. പ്രൈവറ്റ് ബസ് മാഹി ബൈപ്പാസ് കൂടെ 100 കിലോമീറ്റർ സ്പീഡിന് മുകളിൽ. അതായത് അവൻ പോകുന്നത് ഏതാണ്ട് 80-85 കിലോമീറ്റർ 90 കിലോമീറ്റർ സ്പീഡിലാണ്. 90 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നത് ഞാൻ ഓടിക്കുന്നതാണ്. ഈ 90 കിലോമീറ്റർ സ്പീഡ് നമ്മളൊരു പർട്ടിക്കുലർ സ്പീഡിൽ പോകുകയാണെങ്കിൽ അതിനെക്കാട്ടിൽ ഒരു അറ്റേ ഗ്ലാസ് നമ്മൾ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 15 കിലോമീറ്ററെങ്കിലും സ്പീഡിന് മേളിൽ പോയെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പാസ് ചെയ്ത് പോകത്തുള്ളൂ. 15 അല്ലെങ്കിൽ 20 കിലോമീറ്റർ സ്പീഡിന് മുകളിൽ. അല്ലാതെ ഈ 90 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടിയെ പിന്നെ 100 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടി ഓവർടേക്ക് ചെയ്യുന്നത് ഈ അന്ന് ആ വീഡിയോ കാണിച്ചപ്പോൾ അത്ര ചെറിയ സ്പീഡിലല്ല. അവൻ ഓവർടേക്ക് ചെയ്യുന്നു, അവൻ്റെ കൂടെ പിടിച്ചാൽ അറിയാം ഒരു 105 കിലോമീറ്റർ സ്പീഡിലെങ്കിലും ആയിരിക്കും അവൻ പോയിട്ടുള്ളത്. ഒരു ഉത്തരവാദിത്വമില്ല. പ്രൈവറ്റ് ഒരു ബസ്സാണ്. ബസ് എന്ന് പറഞ്ഞാൽ ആളുകളെ കയറ്റിയിട്ട് മാസ് ട്രാൻസ്പോർട്ടേഷനാണ്. ഇവർ ഈ ഓവർലോഡ് ഇതിനകത്ത് കിടന്ന വെള്ളം പൊട്ടി പുറത്തിറങ്ങിയിരുന്നെങ്കിൽ വലിയൊരു അപകടം സംഭവിക്കുമെന്നുള്ള റിസർച്ചും സ്റ്റഡിയും നടത്തിയവരാരും ലാൻഡ് സ്ലൈഡ് അറിഞ്ഞുമില്ല, കോടതി അറിഞ്ഞില്ല. ഈ വണ്ടിക്കകത്തുള്ള വെള്ളം പൊട്ടി ഇറങ്ങി എത്ര ആളും അന്ന് ആരൊക്കെയോ കളിയാക്കിയതിന്. ഇതിനകത്തു നിന്നുള്ള വെള്ളം, ഞാൻ പറഞ്ഞു ഇതിനകത്തു നിന്നുള്ള വെള്ളം പൊട്ടി പുളിയിലൊക്കെ വന്ന് കൊച്ചൊലിച്ചു പോയിരുന്ന മുല്ലപ്പെരിയാറിനേക്കാൾ കൂടുതൽ അപകടം ഉണ്ടാക്കാൻ പോകുന്നൊരു സാധനമൊന്നും ഇല്ല അതിനകത്ത്. ഇവരിത് എന്താണെന്ന് വെച്ചാൽ മീഡിയ അറ്റൻഷനും അല്ലെങ്കിൽ ഇവിടെ കിടന്ന് മാസ് BGM ഇട്ട വീഡിയോകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ യൂട്യൂബർമാരെക്കാൾ തരം താന്ന് പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ പല ഡിപ്പാർട്ട്മെൻറ്റുകളും. അല്ല, ഞാൻ ചുമ്മാ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കറങ്ങാൻ കാണാം. ചുമ്മാ ഇങ്ങനെ ഒരു പോലീസുകാരൻ നടന്നു വന്നാൽ BGM അല്ല എന്തെങ്കിലും ഒരു ലൊടുക്ക് കേസ് പിടിച്ചിട്ട് അതിന് ഭയങ്കര ഹൈപ്പ്. എല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഇവർ ഈ പറയുന്ന BGM ഇട്ട് ഓരോന്ന് കാണിക്കുന്നതിന് ഇങ്ങനെ കാണിക്കേണ്ട കാര്യം എന്താ? കൃത്യമായിട്ട് പഠിക്കേണ്ട സംഗതികൾ പഠിപ്പിച്ചാൽ വിട്ടാൽ പോരെ? അതെ, പഠിക്കേണ്ട സംഗതികൾ പഠിപ്പിച്ച് വിട്ടാൽ പോരെ. പണ്ടൊരു സ്പീഡ് ഗവർണർ വന്നത് നല്ലതല്ല. ഞാനിപ്പോൾ ഒരു മൂന്നാഴ്ച മുന്നേ ഞാൻ പിന്നെ കാസർഗോഡ് നിന്ന് ഞാൻ ലോറിയായിട്ട് എൻ്റെ വണ്ടിയായിട്ട് കാസർഗോഡ് നിന്ന് ഞാൻ കണ്ണൂരിന് വരുമ്പോൾ ഞാൻ മംഗലാപുരത്ത് നിന്ന് വരുവാണ്. നമ്മൾ വിഷയത്തിൽ നിന്നൊക്കെ ഒരുപാട് പോയി. ഒരു പയ്യനാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്നു. ഞാൻ ട്രാഫിക് എല്ലാ വിഷയവും ഡബിൾ ലൈൻ ട്രാഫിക്കാണ്. അതിനകത്ത് ലെഫ്റ്റ് ട്രാക്കിൽ ഞാൻ നിൽക്കുക. യവൻ അത് ഡിവൈഡർ, എൻ്റെ ഇതിൻ്റെ പുറകിൽ ഡിവൈഡറാണ്, അവിടെ കുറച്ച് ഭാഗം ഡിവൈഡറല്ല. യവൻ ഇതിലേക്ക് കൂടെ കയറി വന്നിട്ട് നേരെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി ഞാൻ നമ്മുടെ ഈ ലോറിയുടെ പിന്നെ സൈഡ് പോസ്റ്റിൻ്റെ അവിടെ ഫ്രണ്ട് ഗ്ലാസ് തീരുന്ന ആ പോസ്റ്റിൻ്റെ അവിടെ കൊണ്ടുവരുന്നത്. അവിടെ ഒരു ഇനോവ നിന്നാൽ പോലും നമുക്ക് കാണത്തില്ല. അവിടെ കൊണ്ട് നിർത്തി വണ്ടി മുമ്പോട്ട് എടുത്ത് പ്രോക്സിമിറ്റി മറ്റേ എത്ര നോക്കിയാലും നമുക്ക് അറ്റ ഗ്ലാൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാകത്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടാണ് അവിടെ ആൾക്കാർ നിൽപ്പുണ്ടെന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ലെഫ്റ്റ് സൈഡിലെ ഗ്ലാസ് ഈ പിന്നെ ഇതിൻ്റെ ആയിട്ടുള്ള പ്രോക്സിമിറ്റി മറ്റേ നോക്കിയിട്ട് ആളെ കിട്ടിയില്ല. യവൻ അതും കഴിഞ്ഞ് എൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ടക്കുന്നൊരു സൗണ്ട് കിടപ്പോൾ ഞാൻ വണ്ടി ചവിട്ടി നിർത്തി. നിർത്തിയപ്പോൾ ആശാൻ ഇങ്ങനെ എപ്പോഴും നോക്കി എന്നോട് ചോദിക്കുക എന്ത് വന്നു. ഞാൻ യവൻ ഇവിടെ നിന്ന് ഇങ്ങനെ മാറി നിന്നിട്ട് എന്ത് വന്നു. യവൻ്റെ കൈയുടെ ഇത്ര ഞാൻ കാണുന്നില്ല, അവൻ്റെ മുഖം ഞാൻ കാണുന്നില്ല. അഭ്യാസോ മനസ്സിലായി. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്തോന്ന്? നമ്മൾ പറഞ്ഞു വന്നത് ഇതേപോലെ റെയിൻ ഗേജ് വെക്കാൻ പറ്റാത്ത അതിന്. എന്നാൽ പിന്നെ ഈ ഇപ്പോൾ വന്ന ഫണ്ടിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അങ്ങ് ചെയ്തോളാൻ പറയണ്ടേ?
അതിനെക്കുറിച്ച് അറിയില്ല. കാരണം എന്നാലും ഇപ്പം ഇത്രയും ഇൻറ്റൻസ് മഴ പെയ്യുന്നു. ഇപ്പം ഇനിയിപ്പം പിന്നെ 15-ാം തീയതി കഴിഞ്ഞ് ഇനിയിപ്പം പിന്നെ മഴയുടെ അവസ്ഥ എന്തുവാന്നുള്ളത് നമ്മൾ കണ്ടറിയണം. അത് വേറൊരു വിഷയം. കാരണം ഇപ്പോൾ വന്നേക്കുന്ന എല്ലിനെയോ ലാലിനെയോ അതിൻ്റെ പ്രതിഭാസത്തിന് നേരെ ഓപ്പോസിറ്റ് സാധനം അടിക്കും. അത് ഉള്ളതാണ് അത്. പിന്നെ അമ്മാവൻ വന്നാൽ കൂടെ പുറകെ അമ്മായിയും വരുന്നുണ്ടെന്ന് പറയുന്ന മാതിരി സാധനം വരും. അന്നേരം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഇവിടുത്തെ ഒട്ടുമിക്ക ഡാമുകളും നിറഞ്ഞിരിക്കുക. ഓൾറെഡി ഇതിൻ്റെ കപ്പാസിറ്റി മാക്സിമം ആയിരിക്കുക. ഈ സാമാനമൊക്കെ തുറന്നു കിട്ടുമ്പോൾ അത്യാവശ്യം കറണ്ട് കട്ടായാലും കുഴപ്പമില്ല. സാമാനമൊക്കെ കൺട്രോൾഡായിട്ട് നമുക്കിപ്പോൾ ഇപ്പോൾ എത്ര 6 തീയതി 6 അങ്ങോട്ടായ തീയതി ഇനി ഒരു 10 ദിവസം കൂടുണ്ട്. തുറന്നു വിട്ട് കൺട്രോൾഡായിട്ട് തുറന്നു വിട്ട് പണ്ട് തുറന്നിട്ട് മതി തുറന്നു വിടരുത്. അവരുമാതിരി മറ്റൊരു പരിപാടി ആയിപ്പോൾ ഉറങ്ങി കിടക്കുന്ന അടവിക്കള്ളിക്ക് നേരം നമ്മൾ എഴുന്നേക്കുന്ന പറഞ്ഞാൽ സ്രാവൊക്കെ നീന്തി നടക്കുന്ന കാണാം. ബെഡ് എഴുന്നേക്കാം. അങ്ങനെയല്ല തുറന്നുവിട്ട് കൺട്രോൾഡായിട്ട് തുറന്നു വിട്ട് ഇതിൻ്റെ ലെവലൊക്കെ കുറയ്ക്കണം. കറണ്ട് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ആൾക്കാരുടെ ജീവൻ കാരണം വെട്ടം വെച്ചിട്ട് നാളെ 2 ദിവസം കണ്ടു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ആൾക്കാർ ജീവനോടെ ഇരിക്കുമല്ലോ. ഒഴി കടലിൽ കിടന്ന് നീന്തനൊക്കെ ഇത്രയും ചിലവുമില്ല. ചെയ്യേണ്ട കാര്യം ഞാനിപ്പോഴും ആലോചിച്ച് ഇതിനകത്ത് മനുഷ്യൻ മരിച്ച 300 അല്ല 500 എന്ന് പറഞ്ഞ കണക്കേ വന്നിട്ട് കാണുന്നുള്ളൂ, മനസ്സിലാവുന്നുള്ളൂ. പക്ഷെ അതിനകത്ത് ഒത്തിരി മൃഗങ്ങളും മരിച്ചിട്ടുണ്ട്. മറ്റേ ഈ ഇഴജന്തുക്കളും എല്ലാം ഒരു ശവകൂമ്പാരം. അത് ശവകൂമ്പാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവിടെ ആൾക്കാർ നമുക്ക് അത്ര കൺസിഡർ ചെയ്യാൻ നമ്മളെല്ലാവരും ശരിക്കും അത്രേ വിചാരിച്ചുള്ളൂ. നമുക്ക് പ്രകൃതിയോടൊന്നും വലിയ താല്പര്യമില്ല. ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പറയുന്ന ശവകൂമ്പാരം അതിനകത്ത് കൂടെ വെള്ളം ഒഴുകി പോയിക്കൊണ്ടിരിക്കുക. ഈ ശവമൊക്കെ ആണെങ്കിൽ അഴുകി ഇതിനകത്തുനിന്ന് വരുന്ന ആ വെള്ളം അടുത്ത് വീണ്ടും ഡൗൺ സ്ട്രീമിലോട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ വെള്ളം ഏതെങ്കിലും രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ താഴെ വരുന്ന ആളുകൾ കുളിക്കാനോ നനയ്ക്കാനോ ഏതെങ്കിലും രീതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലുള്ള അസുഖങ്ങൾ വരും. അതും ശരിയാ. അത്രയും ഇതിനെക്കുറിച്ച് ആരെങ്കിലും കോൺഷ്യസ് ആണോ? ഇപ്പോൾ ആൾക്കാരെ രക്ഷിക്കുന്ന കാര്യം ശരിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇതും നടക്കണ്ടേ? ആരോഗ്യവകുപ്പ് ഇവിടെയും കൂടെ ഇടപെടണ്ടേ? ശരിയാ. നമ്മളുടെ സംവിധാനങ്ങൾ തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കാത്തതിൻ്റെ പ്രശ്നം ഭയങ്കരമാണ്. സംവിധാനങ്ങൾ മാത്രമല്ല, പരസ്പരം 2 മനുഷ്യർ തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കാനും പാടാ. ഇവിടെ ബേസിക്കലി നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ്റെ പ്രശ്നം തന്നെയാണ്. അല്ല വേറെ ഒന്നുമല്ല. രാഷ്ട്രീയക്കാരാണേലും ഞാൻ ഒരു പാർട്ടിക്കെതിരെ വേറൊരു പാർട്ടി സമരം ചെയ്യും. പക്ഷെ ഒരു മനുഷ്യൻ്റെ ഒരു ആവശ്യത്തിന് ആരും സമരം ചെയ്യത്തില്ല. ഇപ്പം ഞാൻ 2-3 ദിവസമായിട്ട് ഞാനത് ആലോചിക്കുന്നൊരു വിഷയമാണ് ഈ പറഞ്ഞ വിഷയം. അപ്പോൾ ഇന്നലെ ആ വീഡിയോ കൂടെ കണ്ടത്. അവർ പറയുന്നത് പിന്നെ ലാൻഡ് സ്ലൈഡ് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ശരി, കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യണ്ട. മണ്ണിൻ്റെ ഷിയർ പോയിൻറ്റ്, ബ്രിട്ടിൽ പോയിൻറ്റ്, ഈ ഭാഗം ഈ സാധനം നിങ്ങൾക്ക് പിന്നെ ഇത് അറിയാനായിട്ട് അതുപോലെ ഇതിൻ്റെ സാച്ചുറേഷൻ പവർ, ഇത്രയും കാര്യങ്ങൾ അറിയാനായിട്ട് ഇവിടെ നിലവിൽ ഞാൻ പറയുന്ന എങ്ങൊന്നും കൊണ്ടുവരേണ്ടതല്ല. സിമ്പിൾ മെത്തേഡുണ്ട്. നിങ്ങളൊന്നും വേണ്ട. ഒരു GI പൈപ്പ് ഏറ്റവും താഴെ അതിൻ്റെ പോലെ കട്ട് ചെയ്തിട്ട് ഒരു ഡ്രില്ലിംഗ് മെഷീനിൽ വെച്ച് കറക്കി താപ്പോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ഈ സാധനം എടുത്ത് നിങ്ങളത് ടെസ്റ്റ് ചെയ്താൽ മതി. ഇത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങൾ മൊത്തത്തിൽ അറിയാൻ പറ്റും ഇത് എത്രയാണെന്നുള്ളത്. അതുപോലെ ഈ മഴ ഇത്ര ശക്തിയിൽ നിങ്ങൾക്ക് മഴ വരുമെന്ന് നിങ്ങൾക്കറിയാം. ഇതെല്ലാ കാര്യങ്ങളും ഇത്രയും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ലാൻഡ് സ്ലൈഡ് ഒരു 70-80% ആക്യുറസിയോട് ഇന്ന സ്ഥലത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനാ ഈ പഠിച്ചത്? എന്തിനാ നിങ്ങൾ ഞാൻ റിസർച്ച് നടക്കുമല്ലേ? ഭയങ്കര പരിപാടി നടക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. റിസർച്ച് ഉണ്ട്, ഡെവലപ്മെന്റ് ഇല്ലായിരിക്കും. ഇവിടെ റിസർച്ച് നടക്കുന്നുണ്ട്. ഇവിടെ റിസർച്ച് നടക്കുന്നത് മറ്റേ ഞാൻ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സ് ആയി പോകും. അതാണ് ഞാൻ പറയുന്നത്. റിസർച്ച് നടക്കുന്ന ആവശ്യമില്ലാതെ ഇവിടുത്തെ PhD ഒരുപാട് PhD-കാരുണ്ട്. കണ്ടമാനം PhD-കാരുണ്ട്. ഇവർ എന്ത് കാര്യത്തിലാണ് PhD എടുക്കുന്നത്? എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഡോക്ടറേറ്റ് കിട്ടുന്നുണ്ട്. കേണൽ പദവി കൊടുക്കുന്നുണ്ട്. കേണലിനെ മറക്കാൻ പറ്റത്തില്ല. കേണൽ എവിടെ വന്നാലും അതൊക്കെ എന്തിനാണ്? എന്നിട്ട് അയാൾക്ക് അവിടെ പോകേണ്ട ആളാണെന്നൊക്കെ പറഞ്ഞു. ഈ വക സാധനങ്ങൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിലവിലുള്ള ടെക്നോളജി ഒന്നുമല്ല. ഈ മനുഷ്യരെല്ലാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണെന്ന് മനസ്സിലാക്കി നേരത്തെ തന്നെ അവിടെ പോകാതിരുന്നാൽ അവർക്ക് രക്ഷപ്പെടാം. അല്ലാതെ ആരും രക്ഷിക്കാനും ഇല്ല, സംരക്ഷിക്കാനും ഇല്ല, ഒന്നുമില്ല. ഞാൻ പണ്ട് പറഞ്ഞ അതേ തന്നെ ബേസിക്കലി മലയാളിയുടെ ഒരു എനിക്കൊരു വീടിൻ്റെ ഇപ്പുറത്തൊരു മുറ്റത്താണ് ഒരു പൂന്തോട്ടം,
പൂന്തോട്ടത്തിന് പുറത്ത് അവിടെ ആണെങ്കിൽ ഒരു കിണറിന്റെ അപ്പുറത്താണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറിയേ രക്ഷയുള്ളൂ. കടൽ തീരം, കിണറിന്റെ അപ്പുറത്ത് 2 പശുമാമ, 2 പോത്തുംകുട്ടൻ. ഈ പിന്നെ ഊഞ്ഞാലുണ്ട്. ഓണത്തിന് ആടുകയും ചെയ്യും. അത് പിന്നെ ഓണത്തിന് മാത്രം കെട്ടിയാൽ കുളത്തിൽ പോയി കുളി. ഇതൊന്നും മഴ വരുമ്പോൾ ഉള്ള സീനുണ്ട്. മഴയൊക്കെ കണ്ട് നമ്മുടെ ഈ ആളുകളുണ്ടല്ലോ, ഇവിടുത്തെ നമ്മൾ പറയുന്ന പോലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നറിയോ? ജോൺസൺ മാഷിന്റെ പാട്ട് ഇട്ടിട്ട് കട്ടൻ ചായ പിടിച്ചത്. അതിന്റെ സ്റ്റാറ്റസ് ഒക്കെ വന്നിട്ടുണ്ട്. 2 ദിവസം മുമ്പ്, ഇതിനു മുമ്പുള്ള സ്റ്റാറ്റസ് ഒക്കെ പലരും ഡിലീറ്റ് ചെയ്തെന്നാ പറയുന്നത്. ജോൺസൺ മാഷ് കട്ടൻ ചായ. അതാണ് അന്തസ്. ഈ അന്തസ്സും പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കത്തില്ല.